ചോദിക്കാതെ അഡ്വൈസ് കൊടുക്കുക, അങ്ങനെ കൊടുക്കരുത് എന്നാണ്. ആവശ്യമില്ലാതെ നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഞാനത് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ അതിന് ഒരുപാട് കുറച്ച് കൊണ്ടുവന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടിയിട്ടുള്ള ചില ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അവർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ പക്ഷെ നമ്മളത് മനസ്സിലാക്കിയോണ്ട് തന്നെ എന്ത് ചെയ്യണില്ല, അതേപോലെ പറയില്ല. എന്നാലും നമുക്ക് പറയാനുള്ളതാണെങ്കിൽ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്, ജസ്റ്റ് ഒരു വാക്ക് അങ്ങനെ ഉണ്ട് എന്ന് പറയും. പിന്നീട് അവർക്ക് താല്പര്യം ഉണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ് പിന്നീട് നമ്മളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതേപോലെ പല കാര്യങ്ങളും ഉണ്ടാവും, നമ്മൾ ചോദിക്കാതെ അഡ്വൈസ് കൊടുക്കുക, അവർക്ക് സജഷൻസ് കൊടുക്കുക, ഒപ്പീനിയൻസ് കൊടുക്കുക, ഓപ്ഷൻസ് കൊടുക്കുക, അതുപോലെ റെക്കമെൻഡേഷൻ. അപ്പൊ ഇതിന് നല്ല ഇന്റൻഷൻ ആയിട്ട്, അപ്പൊ ഇപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ നമുക്ക് എന്താ കൊടുത്തൂടെ, നല്ലതല്ലേ ഒരാളുടെ കാര്യത്തിൽ നമുക്ക് അറിയുന്നത് നമുക്ക് കൊടുത്തൂടെ എന്നുള്ളത്. പക്ഷെ എന്താണ്, പിന്നെ അതിലൂടെ ചിലത് അവർക്ക് ഭയങ്കര ഒരു കൺട്രോളിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും കൂടുതൽ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺട്രോളിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെന്താണ്, അവർക്ക് അവരുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അതിനെ ചിന്തിക്കാനും കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു ചാൻസ് നമ്മൾ എന്താണ് കുറക്കുകയാണ് ചെയ്യുന്നത്. എബിലിറ്റി ടു ഹാൻഡിൽ ദെയർ ഓൺ സിറ്റുവേഷൻ. അപ്പൊ അതിലെന്തെങ്കിലും നമ്മളോട് എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോടൊക്കെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ അഡ്വൈസ് കൊടുത്തുകൊണ്ടേയിരിക്കരുത് ഒരിക്കലും. അത് അവരുടെ ബ്രെയിനിന്റെ ചില ഏരിയയിലുള്ള ആ ഒരു ഡെവലപ്മെന്റിനെ തന്നെ അത് ബാധിക്കും. അവർ ചോദിക്കുന്നതിന് നമുക്ക് കൊടുക്കാം, അതേപോലെ തന്നെ ആവശ്യമുണ്ട് തോന്നുന്നിടത്ത് തന്നെ പിന്നെ അതിലും നമുക്ക് ചിലപ്പോൾ നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർക്ക് തന്നെ ഓപ്ഷൻസ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യും, നീ ഇത് ചെയ്യേ, അങ്ങനെ ചെയ്താൽ നല്ലതാണ്, ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് എന്ന് പറയുന്നതിന് പകരം ഓപ്പൺ എൻഡഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത അഡ്വൈസ് ഞാൻ കൊടുക്കണില്ലല്ലോ എന്ന് ഒറ്റയടിക്ക് ചിന്തിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മളിങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അഡ്വൈസ് ചെയ്യണം, അവർക്ക് നന്മ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കണം. പക്ഷെ അതിന്റെ ഒരു എന്താണ് രീതിയുണ്ട്. നീ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ നമുക്കൊന്ന് റിമൈൻഡർ കൊടുക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിൽ, അതായത് നമ്മളിങ്ങനെ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അത് ചെയ്യൂല എന്നുള്ള രീതിയിൽ നമ്മളത് കൊടുക്കരുത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. മിനിമൈസിങ് ഫീലിങ്സ്, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ നമ്മൾ അത്ര ശ്രദ്ധിക്കാതിരിക്കുക. സങ്കടമാവാം, സന്തോഷമാവാം, അവർക്കൊരു ഹർട്ട് ചെയ്യണം, അവരെ വേദനിപ്പിക്കുന്നതാകാം, അതൊക്കെ ഒരുപാട് വരാറുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ചിലതൊക്കെ കുത്തുവാക്കുകൾ ഇപ്പൊ താഴെ വരുന്നുണ്ട്, സർക്കാസം, അതായത് നമ്മൾ കളിയാക്കുന്നത് ഉണ്ടാവും. പിന്നെ അതേപോലെ ചില തമാശക്ക് ചില വാക്കുകളൊക്കെ പറയുന്നത് ഉണ്ടാവും. പക്ഷെ അത് അപ്പുറത്തുള്ള ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ, അവരുടെ ഫീലിങ്ങിനെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. ബ്ലെയിമിങ് ആൻഡ് അക്യൂസിങ്, ഇതും വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. ബ്ലെയിമിങ്, കുറ്റപ്പെടുത്തുക, എന്തെങ്കിലും മറ്റുള്ളവരെ ഈ കുറ്റപ്പെടുത്തലേ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും അല്ലാതാണെങ്കിലും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ആണ്. ഇപ്പൊ ഞാന് ഡയറക്റ്റ് ഇപ്പൊ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളോട് പറയാം, നിങ്ങൾ പിന്നെ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അതായില്ല, ഇതായില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും കുറ്റം പറയുകയാണ്. വേറെ ഒരു ട്രെയിനറെ ഒരുപാട് കുറ്റങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ വന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അത് കേൾക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. മറ്റൊരാളുടെ കുറ്റങ്ങളും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ആ ഒരു ബ്ലെയിമിങ്, കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അത് അതിന്റെ ഒരു ഡയറക്റ്റ് ആണെങ്കിലും, ഇപ്പൊ ഞാൻ നിന്നെ, നീ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും, ഞാൻ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിലും ഒക്കെ അതിന്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെടും. നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി നമുക്ക് നഷ്ടപ്പെടും. നെക്സ്റ്റ്, ഡിഫെൻസീവ്നെസ്. ഡിഫെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ സെൽഫ് വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എന്തെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ട്, എന്റെ അടുത്തേക്ക് അവിടെ കുറ്റം വരും, അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് അവിടെ ഒരു ബ്ലെയിം വരും എന്ന ഒരു പേടി ഉണ്ടാകുമ്പോഴേക്കും സ്ക്രീൻ ക്ലിയർ ആണല്ലോ അല്ലേ, അല്ലേ? ഒന്ന് ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ഇത് വരും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും ആദ്യം തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്നുകിൽ സെൽഫ് വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. ഞാൻ അത് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ എന്തിനാ, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും, ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ ആദ്യം തന്നെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഇത് വളരെ കോമൺ ആയിട്ട് നമ്മളിൽ വരുന്ന ഒരു കാര്യം കേട്ടോ, ഈ ഒരു ഡിഫെൻസീവ്നെസ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഞാനല്ല, എന്റെ അടുത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ ഒരു സേഫ് സോണിലേക്ക് വെക്കാനുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇതിലൂടെ എന്താ സംഭവിക്കാന്ന് അറിയോ, ശരിക്കും പറഞ്ഞാൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയൂല. ആക്ച്വലി ഹെൽത്തി ആയിട്ടുള്ള എന്താണോ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതിനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല. പകരം ഒരു കോൺഫ്ലിക്റ്റിനുള്ള, അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിനുള്ള ചെറിയൊരു ചാൻസ്. ഇതിങ്ങനെ ഒരാളുടെ ലൈഫിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു പാറ്റേൺ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ സെൽഫ് ഇമേജ് ഒന്ന് ശ്രദ്ധിക്കണം. സെൽഫ് എസ്റ്റീമും സെൽഫ് ഇമേജ്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു ധാരണ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും നമ്മളെ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം.
പിന്നെ നമ്മൾ എപ്പോഴും എവിടെയോ നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻസ് ആ ഒരു പാറ്റേൺ നമ്മുടെ ഉള്ളിലുണ്ടോ. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ഒരു രസം ഉണ്ടാവില്ല. ഭയങ്കര ഇറിറ്റേഷൻ ആവും അവർക്ക് മാത്രം, കൂടെയുള്ളവർക്ക് മാത്രമല്ല സെൽഫായിട്ട് ഞാനും അതിൽ എപ്പോഴും ആ ഒരു റെസിസ്റ്റൻസ് എപ്പോഴും അനുഭവിക്കും. അപ്പൊ അത് റിലേഷൻഷിപ്പിനെ വളരെ ഡൗൺ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇന്റിമസിയിൽ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കാരണം. സർക്കാസം നമ്മൾ നേരത്തെ പറഞ്ഞു കളിയാക്കുന്ന രീതിയിൽ. പക്ഷെ അവിടെ എന്താ പറയുക, നമ്മൾ സർക്കാസമിക് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ റിയൽ മീനിങ് അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവണമെന്നില്ല. അവരത് വേർഡ് ടു വേർഡ് ആയിട്ട് എടുക്കും. അവരെ വേർഡ് ടു വേർഡ് മീനിങ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൽ പിന്നെ അവരെ അപ്പൊ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നവരാകണം ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ അത്രയും നമുക്ക് റാപ്പുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ഐ കോണ്ടാക്ട്. നമ്മൾ സ്ക്രീൻ ക്ലിയർ ആണോ? ചാറ്റിന്റെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ ബാക്കിലേക്ക് പോകാം. ഓക്കെ 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 താങ്ക് യു. ഓക്കെ, അപ്പൊ അതിൽ തിങ്ക് അബൌട്ട് യുവർ റീസെന്റ് കോൺവെർസേഷൻ, വാട്ട് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഹാവ് യു ഫേസ്ഡ്. അതായത് നിങ്ങളിലുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. ഒരു റീസെന്റ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് റീകോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 വീക്കിലായിട്ട് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനെ നിങ്ങളൊന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡിസ്ട്രാക്ഷൻസ്, ഇമോഷണൽ റിയാക്ഷൻസ്, അവിടെ ടിക്ക് ഇട്ടിട്ട് പോവാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കട്ടെ ഏതാണ് നിങ്ങളിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഡോമിനേറ്റിംഗ് ദ കോൺവെർസേഷൻ, പലപ്പോഴും അതെല്ലാം വന്നിട്ടുണ്ടാവും. ഇന്ററപ്റ്റിംഗ്, നമ്മൾ മറ്റുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് അത്ര ട്രെയിനിങ് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് പുറത്തുള്ള രാജ്യത്തുള്ളവരൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിക്കും ക്യാനായി, അല്ലെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമാണ് അവർ സംസാരിക്കുക. നമ്മളത് പൊതുവെ ചെയ്യില്ല. നമ്മൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ മറ്റൊരിക്കൊന്ന് ചോദിച്ചു പോവുകയാണ് ചെയ്യാം. ഇത് നമ്മൾ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിലോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ഡെയിലി നമ്മളുടെ ഒരു ലൈഫിലേക്ക് നമ്മൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ബ്ലെയിമിംഗ്, ഡിഫെൻസീവ്നെസ്, ഓഫറിംഗ് അഡ്വൈസ്, സ്ട്രെസ് വരുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതിൽ ഏതാണ് എല്ലാതും ഉണ്ടാവില്ല, പലർക്കും പലതായിരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് മെയിൻ്റനൻസ് ആവശ്യമുള്ളത് എന്നുള്ളത് നോക്കുക, നിങ്ങൾ അതിൽ ടിക്ക് ചെയ്യുക. ഇനി ഇതൊന്നും അല്ല, ഇതിലല്ലാത്ത ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ബ്രീഫ്ലി ഡിസ്ക്രൈബ് വൺ സിറ്റുവേഷൻ വേർ കമ്മ്യൂണിക്കേഷൻ ഫെൽറ്റ് ഡിഫിക്കൽട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് പ്രയാസമുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നോടെ എഴുതി വെക്കാം. ഹൗ ഡിഡ് എ ബാരിയർ അഫക്ട് ദ ഔട്ട്കം ഓഫ് ദ കോൺവെർസേഷൻ. ഇപ്പൊ ഈ ഒരു ബാരിയേഴ്സ് നമ്മൾ നോക്കിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് അഡ്വൈസ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ബാരിയർ എന്റെ കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഔട്ട്കം? അത് കേൾക്കുന്ന ആൾക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കും. അവർ എങ്ങനെയെങ്കിലും ചിലപ്പോൾ സംസാരം മാറ്റാൻ നോക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് കേട്ടിരിക്കും, അല്ലെ? കേൾക്കുന്ന ആൾക്ക് അത് കുറച്ച് പ്രയാസം ഉണ്ടാക്കും. പിന്നെ ഹൗ ഡിഡ് യു ആൻഡ് അതർ പേഴ്സൺ ഫീൽ ആഫ്റ്റർ ദ ഇന്ററാക്ഷൻ. ആ ഒരു ഇന്ററാക്ഷന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? അതിനുശേഷം ഇതിന്ന് ഏകദേശം നമ്മുടെ അടുത്തുള്ള ബാരിയേഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1-2 ബാരിയേഴ്സ് നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് ഏകദേശം ഒരു ബാരിയറും കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു ബാരിയർ നിങ്ങൾക്ക് ചാറ്റ് വിൻഡോയിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഓൺലി വൺ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അത് പറയാം. നമുക്ക് മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാല്. അപ്പൊ ഏതും ഇതിൽ നമുക്ക് വരാം. ബ്ലെയിമിംഗ് ഒക്കെ എപ്പോഴും നമ്മളിൽ വരുന്നതാണ്. ബ്ലെയിമിംഗ്, അതേപോലെ അസംഷൻസ്, ഓക്കെ, ഇമോഷണൽ റിയാക്ഷൻ, പിന്നെ ഡിസ്ട്രാക്ഷൻസ് വരും. അസംഷൻസ് എപ്പോഴും വരുന്നതാണ്. നമ്മൾ മൈൻഡ് റീഡിങ്, മറ്റുള്ളവരെ മൈൻഡ് റീഡ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ജഡ്ജ്മെന്റൽ ആയിട്ട് നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. ഡിഫെൻസീവ്നെസ് വരും, സ്ട്രെസ് വരും. പിന്നെ എല്ലാവരും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്ന് പിക്ക് ചെയ്ത് നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് ഇത് എഫക്റ്റീവ് ആവുള്ളൂ. ഈ ഒരു കോഴ്സിന് അപ്പോഴാണ് നമുക്ക് എഫക്റ്റീവ്. ഓക്കെ, ഡിഫെൻസീവ്നെസ്, സ്ട്രെസ്, ഇമോഷണൽ റിയാക്ഷൻ, പിന്നെ ബാക്കി എല്ലാവരും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാം. ഇമോഷണൽ റിയാക്ഷൻ, ഓക്കെ, come on, just go through that. ഓക്കെ, ലാക്ക് ഓഫ് ക്ലാരിറ്റി, ലാക്ക് ഓഫ് ഫോക്കസ്, ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ആ ഒരു ഫൈൻ ട്യൂണിങ് ആണ് നടക്കേണ്ടത് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാം, പിന്നെ റിഫ്ലക്ട്. ഓക്കെ, ദെൻ സ്ട്രാറ്റജീസ് ഓഫ് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഇതിന്ന് ഏതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതെങ്കിലും ഒക്കെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇമോഷൻ മാനേജ്മെന്റിലും അതിലെല്ലാം പഠിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കും, കമ്മ്യൂണിക്കേഷൻ ഒന്ന് നമുക്ക് നന്നാക്കാനുള്ള. അപ്പൊ അതിൽ ഏതാണ് യൂസ് ചെയ്യാന്നുള്ളത് എഴുതാം. പിന്നെ ഫോർ ദ സിറ്റുവേഷൻ യു ഡിസ്ക്രൈബ്ഡ് ഇൻ പാർട്ട് 1, വാട്ട് കുഡ് യു ഹാവ് ഡൺ ഡിഫറെന്റ്ലി. എപ്പോഴും എല്ലാ എക്സസൈസിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് എനിക്കുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ നമ്മുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വേണ്ട, ഇപ്പൊ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ആവും. എന്നാണ് വീണ്ടും ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഈ വീക്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉള്ള ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാരിയർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വീക്കിൽ അതിൽ ഞാൻ ഫോക്കസ് ചെയ്യും എന്നുള്ള രീതിയിൽ അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതി വെക്കുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് ഫോക്കസ്. നെയിം 1 പേഴ്സൺ യു കമ്മ്യൂണിക്കേറ്റ് വെൽ വിത്ത് ആൻഡ് വൈ.
ആ പേഴ്സണൽ വളരെ നന്നായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുക, വൈ എന്തുകൊണ്ടാണെന്നുള്ളത് എഴുതുക. എന്തെങ്കിലും നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും അല്ലെ. റൈറ്റ് വൺ പോസിറ്റീവ് ഔട്ട്കം യു വുഡ് ലൈക്ക് ടു അച്ചീവ് ത്രൂ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഒരു ബെറ്റർ ഔട്ട്കം, ഇപ്പൊ നമ്മൾ പറയുന്നത് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് നമ്മൾ ആ ഒരു ഒന്നുകിൽ ഇന്റിമസി ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും, ഇങ്ങനെ പല പോസിറ്റീവ് എഫക്റ്റുകൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ഇന്ന് ഞാൻ ഷെയർ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്കത് പ്രിന്റ് എടുത്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം.